بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. അള്ളാഹുവിന്റെ മാർഗത്തിലെ പ്രിയപ്പെട്ട സഹോദരന്മാർ, പടച്ചു തമ്പുരാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിനെയും ഇവിടെ സംസാരിക്കുന്നതിനെയും നമ്മുടെ സമയത്തെയും ഒക്കെ നാളെ പരലോകത്തേക്കുള്ള മൂല്യമുള്ള ഇൻവെസ്റ്റ്മെന്റുകളായി അർഹമറാഹിമീനായ പടച്ചു തമ്പുരാൻ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. മനസ്സിന് സന്തോഷവും ജീവിത വിഭവങ്ങളിൽ വർധനവും പറക്കത്തും നൽകി അല്ലാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗം നരകം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാനുള്ളത്. നമ്മളെല്ലാവരും അല്ലാഹുവിൻ്റെ ദുനിയാവിൽ തിരക്ക് പിടിച്ചൊരു ജീവിതമായി മുന്നോട്ട് പോകുന്നവരാണ്. മനസ്സിലാക്കുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന ഭൂരിപക്ഷം പേരും വിദ്യാർത്ഥികളാണ്. ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളും കണ്ടെത്തിക്കൊണ്ടും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. വിശ്വാസപരമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നു, ഈ ഓട്ടത്തിനൊരു അന്ത്യമുണ്ട്. ഇപ്പൊ നമ്മൾ പഠിക്കുകയാണ്, ജോലി ചെയ്യാണ്, നമ്മുടെ ജീവിതം ഭൗതികമായി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു കുടുംബമാകും, മക്കളുണ്ടാവും, ജീവിതത്തിൽ ഒരുപാട് സ്വാധീനങ്ങളും സമ്പത്തും ഭൗതിക സന്നാഹങ്ങളൊക്കെ നമ്മുടെ കൂടെ പോകും. അങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകണം എന്നൊരു യാഥാർത്ഥ്യത്തെ നമ്മളൊക്കെ അംഗീകരിക്കും. മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ, ആത്മാവിന്റെ സഞ്ചാരത്തെ കുറിച്ച് പറയുമ്പോൾ 6 ഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ കൂട്ടുണ്ടായിരുന്നു, അവിടുന്ന് വന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 9 or 10 മാസം നമ്മൾ ജീവിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള നമ്മുടെ 3ാമത്തെ ഘട്ടത്തിൽ നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ മനോഹരമായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞാൽ നമുക്ക് സഞ്ചരിക്കാനുള്ള, നമുക്ക് മുൻപരിചയമില്ലാത്ത 3 ഘട്ടങ്ങൾ കൂടിയുണ്ട്. നമുക്കറിയാം, അതൊന്ന് ബർസഖിയായ നമ്മുടെ ജീവിതമാണ്. മറ്റൊന്ന് ഹിസാബിന് വേണ്ടി നമ്മൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന പാരത്രിക ജീവിതത്തിന്റെ ഭാഗമാണ്. അത് അവസാനിക്കുന്നതിൻ്റെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ, നമ്മളതിനെ ട്രൂ ലൈഫ് എന്നാണ് പറയുന്നത്. നാളെ പരലോകത്ത് വെച്ച് മനുഷ്യര് ലഭിക്കുന്ന ഒരു രംഗത്തെ കുറിച്ച് ഖുർആൻ പറയുമ്പോൾ ഹയാത്തി എന്നൊരു പ്രയോഗം നടത്തും. എന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ മുന്നൊരുങ്ങിയിരുന്നെങ്കിൽ എന്നാണ് മനുഷ്യര് നാളെ ഭയാനകമായ അന്തരീക്ഷത്തിൽ പിന്നോട്ടുള്ള ജീവിതത്തെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയും എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്കൊരു ട്രൂ ലൈഫ്, ആ ട്രൂ ലൈഫ് എന്ന് പറയുന്നത് ഈ ദുനിയാവിലതല്ല, മറിച്ച് നാളെ നമ്മൾ കടന്നു ചെല്ലാനുള്ള പാരത്രിക ലോകത്തെ ജീവിതമാണ് നമ്മുടെ ട്രൂ ലൈഫ്. ഇത് നമ്മൾ അംഗീകരിക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ സ്വർഗമാണോ നരകമാണോ എന്ന് വേർതിരിക്കപ്പെട്ടതിന് ശേഷം അവസാനമില്ലാത്തൊരു ലോകക്രമം, അവസാനമില്ലാത്ത ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെങ്ങനെ ഡിഫൈൻ ചെയ്യും? ജീവിതത്തിൽ നമ്മൾ കണ്ട എല്ലാ അവസരങ്ങൾക്കും ഒരു എൻഡ് ഉണ്ടായിട്ടുണ്ട്, അല്ലെ? നമ്മുടെ പഠനത്തിനൊരു എൻഡിടും, കലാലയത്തിലെ പഠനത്തിനൊരു എൻഡിടും, ജീവിതത്തിലെ നമ്മുടെ അഭിമുഖീകരിക്കുന്ന എല്ലാ അവസരങ്ങൾക്കും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, തുടക്കമുണ്ട്, അവസാനം. പക്ഷേ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവസാനമില്ലാത്തൊരു ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരിടമാണ്
അള്ളാഹുവിന്റെ സ്വർഗമല്ലെങ്കിൽ നരകം എന്ന് പറയുന്ന ഒരു സംവിധാനം. ജന്നത്തും ജഹീമും ജന്നത്തും ജഹന്നമും നമുക്ക് അറിയാവുന്നതാണ്. അള്ളാഹു അതിനെ സംവിധാനിച്ചിരിക്കുന്നു. ഈ സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള നമ്മുടെ അന്വേഷണങ്ങൾ നമ്മൾ മനസ്സിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു സങ്കല്പമുണ്ട്. നരകമെന്ന് പറയുമ്പോൾ അവിടെ ചൂടാണ്, തീയാണ്, അള്ളാഹനെ ധിക്കരിച്ച് ജീവിച്ചവരെ ശിക്ഷിക്കാനുള്ള ഇടമാണ്, വലിയ ക്രൂരമായ പീഡനങ്ങളും ശിക്ഷകളും മനുഷ്യരെ ഏറ്റുവാങ്ങുന്ന ഒരിടമാണ്. സ്വർഗം എന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ അനുഗ്രഹമാണ്, അള്ളാഹ് നമുക്ക് നൽകുന്ന സമ്മാനമാണ്. അവിടെ അള്ളാഹിന്റെ ഹൃദയുണ്ട്, അള്ളാഹുവിന്റെ സമ്മാനങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനെ മനസ്സിലേക്ക് നമ്മൾ എങ്ങനെ വേണ്ട വിധത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നമ്മളൊക്കെ നടത്തേണ്ടത്. നമ്മളിവിടെ ഇരിക്കുന്ന കുറച്ച് സമയം, വളരെ പരിമിതമായ സമയത്തെ വിഷയത്തെ നമ്മൾ കേൾക്കുമ്പോൾ, മനനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു പിക്ചർ എന്താണ് എന്നത് വളരെ പ്രധാനമാണ്. അതിലൊരു യക്കീന് നമുക്കുണ്ടാകും. വേണ്ട വിധത്തിൽ ഈ സ്വർഗ നരക ഭാവനകളെ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിനെ നിയന്ത്രിക്കുന്ന ഒരു ഓർമ്മകളും അനുഭവങ്ങളായിട്ട് മാറൂല. നമ്മൾ നരകത്തെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടാവും. നരകത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും വിവരിച്ച ധാരാളം കണക്കിന് അധ്യാപനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മളതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നിടത്ത് യക്കീനുള്ള ബോധ്യങ്ങളായിട്ട് മാറി. ഖുർആന് ഇൽമുൽ യക്കീനെ കുറിച്ചും ഐനുൽ യക്കീനെ കുറിച്ചും പറയുന്നുണ്ട്. ദൃഢമുള്ളത്, മനസ്സിനകത്ത് ചലനമുണ്ടാക്കാം. നരകത്തെ കുറിച്ച് പറയുമ്പോൾ റസൂലിന്റെ ഒരു ഹദീസ് നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ശരീരത്തിൽ ഒരു രാസപ്രവർത്തനം നടത്തി ആ ഭയാനകമായ അന്തരീക്ഷത്തെ മനസ്സിനകത്തേക്ക് പിക്ചറൈസ് ചെയ്തു ആ വേദനാജനകമായ അവസ്ഥകളെ കുറിച്ച് അള്ളാഹിനോട് അഭയം തേടി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്ന ഒരിടത്തിലേക്ക് നമ്മുടെ സ്വർഗ നരക ഭാവനകൾ മാറ്റം വന്നിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നിങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത്, മറ്റൊരാളിലേക്ക് നോക്കുന്ന നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ചൂടുന്നിറങ്ങിക്കൊണ്ട് ആഴ്ന്നിറങ്ങിക്കൊണ്ട് ആ നരകത്തിന്റെ തീ അതിലേക്ക് എത്താനുള്ള ഭയം. സ്വഹാബിമാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ദുനിയാവിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന തീ, ആ തീ കാണുമ്പോൾ തന്നെ 69 ഇരട്ടി അധികം ചൂടുള്ളൊരു തീയാണ് നരകത്തിലെ തീ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ തീനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബോധ്യം. വിളക്കിലേക്ക് ഇങ്ങനെ കൈ നീട്ടിയിട്ട് കൈ ചൂടാവുമ്പോൾ അത് വലിക്കും. എന്നിട്ട് ഈ ദുനിയാവിലെ തീയിന്റെ ചൂട് പോലും താങ്ങാൻ കഴിയാത്ത മനുഷ്യ ഇങ്ങനെയാണ് അള്ളാഹിന്റെ അദാബിനെ നാളെ തരണം ചെയ്യുക എന്ന് സ്വഹാബിമാര് പങ്കുവെക്കാറുണ്ടായി. ഇതൊരു ബോധ്യമാണ്. ആ ബോധ്യമാണ് നമ്മളെ അള്ളാഹിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. വിശ്വാസികളുടെ നമ്മളൊക്കെ ശീലമാക്കിയ ഒരു പ്രാർത്ഥനയാണ്. രണ്ട് കാഴ്ചപ്പാടാണ്. സ്വർഗത്തിലെത്തണം, നരകത്തിൽ നിന്ന് വിമോചിക്കപ്പെടണം. നരകവിമോചനവും സ്വർഗപ്രവേശനവും സാധ്യമാക്കുന്നു. നരകത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഭയം ഉണ്ടാവണം. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹിന്റെ കാരുണ്യത്തിന് പ്രതീക്ഷ ഉണ്ടാവും. സൗഫും റജാവും സമന്വയിപ്പിക്കുന്ന ഒരു മനോഭാവം ഈ പാരത്രിക ജീവിതത്തിന്റെ സ്വർഗ നരക ഭാവനകളെ കുറിച്ച് നമ്മുടെ മനസ്സിനകത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നത് നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒന്നാമത്തെ ചോദ്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽ പെട്ട സ്വഹാബിയാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടുകൊണ്ട് ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകാൻ കഴിയാന്നുള്ളത് മനുഷ്യർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും മികച്ചതാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകാൻ, പക്ഷെ ആ സ്വർഗം നമുക്ക് ലഭിക്കോ ഇല്ലേ എന്നതിൽ നമുക്ക് ഉറപ്പില്ല. ആശങ്കയാണ്, ആവലാതിയാണ്. പക്ഷെ റസൂലിന്റെ അടുത്തുനിന്ന് ആ ഉറപ്പ് മേടിച്ച് പോവാൻ പറ്റിയ ചില മനുഷ്യരുണ്ടല്ലോ. 10 പേരുണ്ട്, നമുക്കറിയാം ഇവരുടെ പേരുകൾ, അവരാരായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് ഇട പറഞ്ഞു പോയൊരു സഹാബിയാണ്. മിറാജ് യാത്രയ്ക്ക് ശേഷം അള്ളാഹിന്റെ റസൂൽ അവിടുത്തെ വർണ്ണനകൾ വിവരിച്ചു കൊടുക്കുമ്പോൾ ഒരു കൊട്ടാരത്തെ കുറിച്ച് പറയുന്നു. ഞാൻ സ്വർഗത്തിലെത്തിയപ്പോ അവിടെ ഒരു കൊട്ടാരം കാണുകയുണ്ടായി. മനോഹരമായ ഒരു കൊട്ടാരം. ആ കൊട്ടാരത്തിലേക്ക് എത്തിപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു, അതിലേക്ക് കയറാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ചോദിച്ചു, ഇതാർക്കുള്ളതാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു തന്നു,
ഇത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ച ഒരു കൊട്ടാരമാണെന്ന് റസൂൽ പറയുമ്പോൾ ആ സദസ്സിൽ ഇവരെല്ലാം എന്ത് മനോഹരമായ ഒരു അനുഭവം. പക്ഷെ ഉമറിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തത്തെ വിചാരണ ചെയ്യാതെ ഒരു രാത്രി പോലും ഉറങ്ങിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹാസിബു ഖബല അൻ തുഹാസിബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് മനുഷ്യ നീ നിന്റെ ജീവിതത്തെ സ്വയം വിചാരണക്ക് വിധേയമാക്കണം എന്ന ലോക പ്രശസ്ത സ്റ്റേറ്റ്മെന്റിന് ഉടമയായ ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു ദിവസം പോലും സ്വന്തത്തെ വിചാരണ ചെയ്യാതെ കിടന്നുറങ്ങിയിട്ടില്ല. ആ ഉമർ റസൂലിന്റെ അടുത്ത് എപ്പോഴും വരും. അള്ളാന്റെ റസൂല് കപടവിശ്വാസികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച സന്ദർഭം നമുക്കറിയാലോ. ഉമർ വന്നു റസൂലിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തില്ല. റസൂലിന്റെ വിശ്വാസ സൂക്ഷിപ്പുകാരനായ സ്വഹാബിയുടെ ഉമർ നടന്നു കരഞ്ഞിട്ടുണ്ട്, തേങ്ങിയിട്ടുണ്ട്, ആ അപേക്ഷിച്ചിട്ടുണ്ട്, അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സാധുവായ ഉമറിന്റെ പേരുണ്ടോ? ഇത് നമ്മളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാഴ്ചപ്പാടാണ്. നരകത്തെക്കുറിച്ച് അതിൽ പോകാനുള്ള ആ ഹിസാബിന്റെ അതിനുശേഷം വരുന്ന നരകത്തിന്റെ ഭയാനകമായ അന്തരീക്ഷത്തെ അഭിമുഖീകരിക്കുന്നിടത്ത് നമുക്ക് ഭയം വേണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹമായ അള്ളാഹുവിന്റെ റിളയായ ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രതീക്ഷയും അള്ളാഹുവിനുള്ള ഒരു ആശയും കാരുണ്യത്തിലുള്ള പ്രതീക്ഷയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇതാണ് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു കാഴ്ചപ്പാട്. സ്വർഗത്തെയും നരകത്തെയും വിശദീകരിക്കുന്നതിന് നമുക്ക് ധാരാളം പരിമിതികൾ ഉണ്ടാവും. ഖുർആൻ ധാരാളം സംസാരിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പറയാൻ പറ്റുന്ന ഒരു പരിധികൾ. ദുനിയാവില് പല കാര്യങ്ങളും ആഖിറത്തിലെ പല കാര്യങ്ങളും ദുനിയാവിലൊരു ഡയമെൻഷനിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. നരകത്തിലെ തീരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആകെ സമീകരിക്കാൻ പറ്റുക നമ്മുടെ വീട്ടിലുള്ള അടുപ്പത്ത് കത്തിക്കുന്ന ഒരു തീയെ കുറിച്ച് മാത്രമാണ്. നരകത്തിലെ ശിക്ഷകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് പറഞ്ഞു തരാൻ അല്ലാത്ത കഴിയുന്നത് നമ്മുടെ ഒരു അനുഭവങ്ങളും നമ്മുടെ അന്തരീക്ഷവും നിർത്തിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് റസൂൽ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേൾക്കാത്തത്, ഒരു ഡിസൈനറും അദ്ദേഹത്തിന്റെ ഭാവനയിൽ കൊണ്ടുവരാത്ത അത്രയും മനോഹരമായ അന്തരീക്ഷങ്ങൾ സ്വർഗലോകത്തുള്ള സൃഷ്ടിക്കുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ റസൂൽ അതിന്റെ മഹത്വം നമുക്ക് പറഞ്ഞു. റസൂൽ അത് മിഹ്റാജ് യാത്രയുടെ സന്ദർഭത്തിൽ കണ്ട പല കാര്യങ്ങളും വിശ്വാസികൾക്ക് വിശദീകരിച്ച് കൊടുത്തിട്ടും അതിന്റെ പരിമിതിയെ നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ് റസൂൽ. ഒരു മനുഷ്യർക്കും മനുഷ്യന്റെ മനസ്സ് എത്രത്തോളം ഭാവന ഉണ്ടാക്കേണ്ടത് നമുക്കറിയാം. പുതിയ കാലത്ത് പുതിയ സാങ്കേതിക വിദ്യകളുടെ കൂടി സഹായത്തോടു കൂടി മനുഷ്യര് കടന്നു ചെല്ലുന്ന ഇടങ്ങൾ, അവരുണ്ടാക്കിയെടുക്കുന്ന നേട്ടങ്ങൾ, ഇതിനൊക്കെ പ്രേരകമാകുന്നവരുടെ മനസ്സാണ്. ആ മനസ്സിനകത്ത് രൂപപ്പെടുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിനകത്ത് പോലും ഭാവനയിൽ കൊണ്ടുവരാൻ സാധിക്കാത്തത്രത്തോളം വിശാലവും ഭീകരവുമായ അന്തരീക്ഷങ്ങൾ നാളെ നമ്മൾ അപരിചിതത്തോടു കൂടി അഭിമുഖീകരിക്കാനുണ്ട് എന്നൊരു ബോധ്യം. ഇത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട് മാറേണ്ടതുണ്ട്. നരകത്തെ സൃഷ്ടിച്ചതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാമയോട് അല്ലാഹു പറയുന്നുണ്ട്, യാ ജിബ്രീൽ ഇദ്ഹബ് ഫഅൻദുർ ഇലൈഹാ, ജിബ്രീലെ ആ നരകത്തൊന്ന് പോയി കണ്ടുവാ ജിബ്രീലെ. ആ നരകത്തിന്റെ ഭയാനകതകളെ, അതിന്റെ തീവ്രതകളെ, അവിടെ മനുഷ്യര് നേരിടാൻ പോകുന്ന ഭയാനകമായ അവസ്ഥകളെ കൊണ്ട് നേരിട്ട് കണ്ടുവരണം. ജിബ്രീൽ പോയി കണ്ടിട്ട് അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് പറയുന്നുണ്ട്, യാ റബ്ബി ഇസ്സതിക ലാ യസ്മഉ ബിഹാ അഹദൻ ഇല്ലാ ദഖലഹാ. ആ നരകത്തെ കണ്ടവർ, അതിനെക്കുറിച്ച് കേട്ടവർ, അതിന്റെ ഭയാനകതകളെ കുറിച്ച് മനസ്സിൽ പേടി തോന്നിയവർ ആരും അതിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കില്ല. അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അതിന്റെ റിപ്പോർട്ട് കൊടുക്കുന്ന വളരെ അപകടകരമായി നമ്മുടെ മനസ്സിനകത്തേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയുണ്ട്. ആ നരകത്തിന്റെ ഘടന ഖുർആൻ ധാരാളം വിശദീകരിച്ചതിന്റെ വലിപ്പം, അതിന്റെ വ്യാപ്തി, അതിന്റെ ആഴം, അതിന് നമുക്ക് ലഭിക്കുന്ന ശിക്ഷകളെ സംബന്ധിച്ച്, മനുഷ്യരവിടെ അഭിമുഖീകരിക്കുന്ന നിസ്സഹായ അവസ്ഥയെ സംബന്ധിച്ച് ധാരാളം നമുക്ക് ഖുർആനിലൂടെ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ദുനിയാവിൽ ജീവിക്കുമ്പോൾ
നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ തിരിച്ചു പോരാൻ ഒരു അവസരം അല്ലാഹു നൽകുന്നു. പക്ഷെ പരലോകത്ത് പോയി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചു വന്നതൊക്കെ ഒന്ന് ശരിയാക്കി പോവാനുള്ള ഒരു അവസരമില്ലാത്തൊരു ലോകമാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അവിടെ ലഭിക്കുന്ന ഏറ്റവും ചെറിയ ശിക്ഷ പോലും ആ ചൂടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് ഇളകി മറിയുമാറുള്ള കൊടും തീ നമ്മുടെ ശരീരത്തിനെ ഏൽപ്പിക്കുമാർ അതിന്റെ ഭയാനകതകൾ ധാരാളമാണ്. നരകത്തെക്കുറിച്ച് റസൂല് വിശദീകരിച്ചത് 70,000 കടിഞ്ഞാണിലാണ് ഒരു നരകത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിന് കൊണ്ടുവരുന്നൊരു രംഗം റസൂല് പറഞ്ഞിട്ടുണ്ട്. ആ 70,000 ചങ്ങലകളും ഓരോ ചങ്ങലകളിലും 70,000 മലക്കുകൾ താങ്ങി പിടിച്ച് വലിച്ചിട്ടാണ് ആ നരകത്തെ കൊണ്ടുവരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ഒരിക്കലും ഇങ്ങനെ വട്ടം ഇരുന്ന് സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വലിയ ശബ്ദം കേൾക്കണ്ടായി. എന്താണ് സ്വഹാബ ഈ ശബ്ദമെന്ന് നിങ്ങൾക്കറിയോ? അവര് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിനാണ് അതറിയാം. റസൂൽ അവരോട് റെസ്പോണ്ട് ചെയ്തു, 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്കിട്ടൊരു കല്ല് നരകത്തിന്റെ താഴെ വന്ന് പതിക്കുന്ന ശബ്ദമാണ്. നരകത്തിലേക്ക് ഒരു വസ്തു എറിയപ്പെട്ടാൽ അതിന്റെ അടിത്തട്ടിലെത്താൻ 70 വർഷത്തെ വഴിദൂരമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവിടുത്തെ ചൂടിന് 69 ഇരട്ടി ചൂടുണ്ട്. അവിടെ കത്തിക്കുന്നത് നമ്മളിപ്പോ സാധാരണ തീ കത്തിക്കുമ്പോൾ വിറകോ ഗ്യാസോ അങ്ങനെ എന്തൊക്കെയാണ് ഉണ്ടാവുക. പക്ഷെ കല്ലുകൾക്കൊപ്പം മനുഷ്യരെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അവിടുത്തെ തീയിന് ഇന്ധനം കണ്ടെത്തുന്നത്. ആ സ്വർഗത്തിന് ഭയാനകമായ മലക്കുകൾ ഉണ്ടാകും. അതിന്റെ വിശാലതയെ സംബന്ധിച്ച്, അവിടെ നമുക്ക് ലഭിക്കുന്ന ഭക്ഷണത്തെ സംബന്ധിച്ച്, ചളിയും ജലവും രക്തവും അടങ്ങിയ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന മലിനമായ ഭക്ഷണം, മലിനമായ ജലം കുടിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ചൊക്കെ പരിശുദ്ധ ഖുർആൻ ധാരാളം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ 42 മുഴം കട്ടിയുള്ള തൊലിയാണ് മനുഷ്യർക്ക് ഉണ്ടാവുന്നത്. 42 മുഴം കട്ടിയുള്ള തൊലി എന്ന് പറഞ്ഞാൽ ഈ ഭയാനകമായ അന്തരീക്ഷങ്ങളെ താങ്ങാനുള്ള ശേഷി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം. ആ കട്ടിയുള്ള തൊലിയും നശിപ്പിക്കപ്പെട്ടു പോകുമ്പോൾ പുതിയൊരു തൊലി നമ്മുടെ ശരീരത്തിലേക്ക് അല്ലാഹു കൊണ്ടുവരികയാണ്. ഞാനിത് പറയുമ്പോ ഒരു കഥ വായിച്ചു പോകുന്ന ലാഘവത്തോടു കൂടി നമ്മൾ ഇതിനെ കേട്ടുപോകരുത്. ഇത് നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരു സന്ദർഭത്തെ കുറിച്ചാണ് പറയുന്നത്. മരണത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എല്ലാവരും നമ്മൾ പറയുന്നൊരു കോമൺ വർത്തമാനമാണ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെടും, അടുത്ത നിമിഷം ഞാൻ ഉണ്ടാവുക. കുറച്ചുകൂടെ ആലങ്കാരികമായിട്ടൊക്കെ പറയും, വീട്ടിലെത്തി ആളതുപോലെ ഒരുമിച്ചിരിക്കാൻ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. ഇതൊക്കെ ഒരു നോർമൽ വർത്താനങ്ങളായിട്ട് മാറി. എന്റെ റൂഹ് പിടിക്കുമ്പോഴാണ് ഞാൻ കതറുക, നിങ്ങളുടെ റൂഹ് പിടിക്കുമ്പോഴാണ് നിങ്ങൾ കതറുക. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ തൗബക്ക് സ്ഥാനമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നമ്മോട്ട് തുടങ്ങുന്ന ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി നമ്മുടെ മനസ്സിനകത്ത് കൊണ്ടുവരേണ്ട ഒരു ഘടകം തന്നെയാണ് ഈ നരകം എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ. ഈ നരകത്തിന്റെ മുമ്പിലേക്ക് വരാത്തൊരു മനുഷ്യരുണ്ടാവില്ല. അതെല്ലാരെയും കൊണ്ടുവരും. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. അല്ലാഹുവിന്റെ നിർബന്ധമാണ്, അല്ലാഹുവിന്റെ സുന്നത്തിന്റെ ഭാഗമാണ്. അങ്ങനെ തഖ്വ കൊണ്ട് ദുനിയാവിലെ ജീവിതത്തെ മനോഹരമാക്കിയവരെ അല്ലാഹു രക്ഷിക്കുകയും അക്രമികളും അധാർമ്മകാരികളും അല്ലാഹുവിനെ ധിക്കരിച്ചവരുമായ മനുഷ്യരെ അല്ലാഹു അതിലേക്ക് തള്ളിവിടുകയും ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആൻ ഈ ആയത്ത് കേട്ട് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു തേടി കരയുകയാണ്. എന്താണ് താങ്കളെ കരയിപ്പിച്ച സന്ദർഭം? ഈ ആയത്ത് കേട്ടിട്ട് നമുക്ക് എന്തെങ്കിലും തോന്നുന്നു? എല്ലാ മനുഷ്യരെയും അല്ല കൊണ്ടുവരും. ആ നരകത്തെ പ്രദർശിപ്പിക്കും, അതിനെ കാണിക്കും. മനുഷ്യരിൽ മുത്തക്കികളായവരും നഫ്സുൽ ഖബീസിന്റെ ഉടമകളെയും ത്വയ്യിബിന്റെ ഉടമകളെയും അല്ലാഹു കൊണ്ടുവരും. ഇത് കാണിക്കും. അത് കണ്ട് മനുഷ്യർ അലറി പഠിക്കും. അല്ലാഹുവിനെ പേടിച്ച് തഖ്വയോടുകൂടി ജീവിച്ചവരെ അല്ലാഹു സംരക്ഷിക്കും.
അള്ളാഹുവിനോട് ധിക്കാരത്തിന്റെ, ഉൽമിന്റെ, കുഫറിന്റെ മാർഗം സ്വീകരിച്ചവരെ ഇതിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടതാണ് എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വഹാബിമാര് അതിനെ സ്വീകരിച്ചൊരു രീതിയിൽ നമുക്ക് എന്നും ജീവിതത്തിൽ ഏറ്റവും വലിയ മാതൃകയാണ് അള്ളാന്റെ റസൂലിന്റെ അനുചരന്മാർ. അവർക്ക് വലിയ ഭയം, പള്ളിയിൽ നിന്ന് എണീറ്റ് പോകാതെ റസൂൽ ഇതിങ്ങനെ വിശദീകരിക്കുമ്പോൾ അത് കേട്ടിട്ട് പള്ളിയിൽ നിന്ന് എണീറ്റ് പോകാൻ കഴിയാത്ത മനുഷ്യർ, ദിക്റന്നെ ദിക്റ്, നമസ്കാരന്റെ നമസ്കാരം, തൗബന്റെ തൗബ, ഇസ്തിഗ്ഫാറിന്റെ ഇസ്തിഗ്ഫാർ. കാരണം അവരുടെ മസ്തിഷ്കത്തിനകത്ത് ഇതിന്റെ രാസപ്രവർത്തനം സംഭവിച്ചപ്പോ ഇത് ജീവിതത്തിൽ നിലയില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്ന അതികഠിനമായ അവസ്ഥകളായി അള്ളാഹു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. യൗമന പൂരുജിൽ ജഹന്നം. അള്ളാഹു നരകത്തോട് ചോദിച്ചു, ഹലിം തലകത്തി, നിനക്ക് മതിയായോ? ഹലിം തലകത്തി, നിനക്ക് മതിയായോ? നരകം മറുപടി പറഞ്ഞു, തഖൂലു ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ, ഇനിയുമുണ്ടോ? ആർത്തിയോടുകൂടി ലോകത്തുള്ള മുഴുവൻ അധാർമികളായ മനുഷ്യരെയും തള്ളിവിട്ട് ആ മനുഷ്യരെ ഇന്ധനമാക്കി ആ നരകം ഇങ്ങനെ ആടിക്കൊത്തി അതിന്റെ പ്രകമ്പനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നരകമേ നിനക്ക് മതിയായോ എന്ന അള്ളാഹുവിന്റെ ചോദ്യത്തിന് നരകം കൊടുക്കുന്ന ഞെട്ടിക്കുന്ന മറുപടിയാണ്, അള്ളാഹുവേ ഇനിയുമുണ്ടോ, അള്ളാഹുവേ ഇനിയുമുണ്ടോ. ഇത് ജീവിതത്തിൽ നമുക്ക് ഭയമുണ്ടാക്കേണ്ടതാണ്. പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾ കുറച്ച് മാത്രം ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യുമായിരുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമുക്കത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല, നമുക്കത് കേൾക്കാനുള്ള കരുത്തുണ്ടാവില്ല. നാളെ ഞാൻ എത്തിപ്പെടുന്ന ഒരവസ്ഥയിൽ ഇതൊക്കെ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരുമോ എന്ന ഭയം കൊണ്ട് മനുഷ്യർക്ക് ചിരിക്കാൻ കഴിയില്ല എന്നാ പറയുന്നത്. നമ്മൾ സന്തോഷത്തിലും സമാധാനത്തിലും ആനന്ദത്തിലൊക്കെ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് ഉണ്ടാവുക. പക്ഷെ ജീവിതത്തിൽ ഒരു പ്രയാസം നമ്മൾ ആലോചിച്ചു, ഒരു മരണം നടക്കുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, നമ്മുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമ്പോൾ, ദാരിദ്ര്യമുണ്ടാകുമ്പോൾ, ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ വിങ്ങലുകൾ അനുഭവപ്പെടുമ്പോൾ എപ്പോഴുണ്ട് ചിരിക്കാം? നമ്മൾ ചിരിക്കാറില്ലല്ലോ. നമ്മൾ സങ്കടത്തിലും വിഷാദത്തിലും ഡിപ്രഷനിലുമാണ്. അങ്ങനത്തെ കുറെ മനുഷ്യർ ചെയ്യാൻ പറ്റും, എനിക്ക് ചിരിക്കാൻ കഴിയില്ല. കാരണം അവിടെ ചിരിയും സന്തോഷവുമല്ല പ്രധാനം, അവിടെ നഫ്സി നഫ്സി, എന്റെ രക്ഷയും എന്റെ സുരക്ഷിതത്വവും പ്രധാനമാകുന്ന ഇടം. അതുകൊണ്ട് ഞാൻ അറിഞ്ഞ പോലെ നരകത്തെക്കുറിച്ച്, ഹിസാബിനെ കുറിച്ച്, മരണത്തെക്കുറിച്ച്, ഖബറിലെ ചോദ്യം ചെയ്തതിനെ കുറിച്ച് സത്യവിശ്വാസികളെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ധാരാളം കരയുകയും കുറച്ചു മാത്രം ചിരിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് അല്ലാഹു വളരെ കൃത്യമായി വിശ്വാസികളുടെ മുമ്പിൽ വെക്കുന്ന അതിപ്രധാനമായ ആഹ്വാനമാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ആ നരകത്തിന്റെ ഭയാനകമായ അന്തരീക്ഷത്തെ അഭിമുഖീകരിക്കാനുള്ള ശേഷി മനുഷ്യാതിനക്കില്ല. അതുകൊണ്ട് നീ സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടുന്നതോടൊപ്പം വഅഹ്ലീകും നാറാ, നിന്റെ കുടുംബത്തെ കൂടി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണം എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വളരെ ശക്തിയോടുകൂടി സത്യവിശ്വാസികളുടെ മുമ്പിൽ നടത്തിയ ഒരു ആവശ്യമാണ്. ഞാൻ രക്ഷപ്പെടുന്നതോടൊപ്പം എൻ്റെ ഇണ, എൻ്റെ തുണ, എൻ്റെ സന്താനങ്ങൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ പരലോകത്ത് സുരക്ഷിതമാക്കേണ്ടതുണ്ട് എന്നൊരു ബോധ്യത്തോടു കൂടി ഭൂമിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതിന്റെ പ്രിയമുള്ളവരെ, ഈ ഭയം നമുക്കുണ്ടാകുമ്പോൾ തന്നെയും അപ്പുറത്ത് അല്ലാഹുവിന്റെ ഹൃദയത്തെക്കുറിച്ചുള്ള ആ ഒരു പ്രതീക്ഷ, ആശ, അഭിനിവേശം വിശ്വാസികളുടെ മനസ്സിൽ തുടികൊട്ടേണ്ടത്. ഈ ഒരു സമന്വയ ഭാവനയാണ് പാരത്രിക ജീവിതത്തെ കുറിച്ച് നമുക്ക് ഉണ്ടാവേണ്ടത്.
മാ ഉഖ്തിയ ബിഹിം അഖ്തിയ ലഹും ബിഖുറത്തി അമീനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹു നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന മഹാസൗഭാഗ്യത്തെക്കുറിച്ച്, അവിടെ അല്ലാഹു നമുക്ക് നൽകുന്ന സമ്മാനത്തെക്കുറിച്ച് ഒരാൾക്കും ഊഹിക്കാൻ പോലും സാധിക്കൂല എന്നുള്ള പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വശം കൂടിയുണ്ട്. ഭയത്തിനപ്പുറം അള്ളാന്റെ റിളയിലേക്ക് ഓടി വരാനുള്ള ഒരു മനസ്സാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. സത്യവിശ്വാസികളെ തെറ്റിൽ നിന്ന് മാറ്റി നിർത്തുന്നത് കേവലം ഭയം മാത്രമാവില്ല. നരകത്തെ കുറിച്ച് പേടിക്കുമ്പോഴും ഖബറിനെ കുറിച്ച് പേടിക്കുമ്പോഴും മാത്രമല്ല, ഈ ലോകത്തെ കുറിച്ചുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് അതിന് വളരെ പ്രധാനമാണ്. ദുനിയാവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് ലഹബാണ്, ലഹുവാണ്, കളിയാണ്, തമാശയാണ്, മനസ്സിന് സുഖമുണ്ടാക്കുന്ന സീനത്താണ്, അലങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോയിട്ടുണ്ട്. ദുനിയാവിനെയും പരലോകത്തെയും മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ വിജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു, ഈ നൈമിഷികമായ അവസാനിക്കുന്ന ഒരു ലോകമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എന്ന് തിരിച്ചറിയും. മനുഷ്യർ പല പ്രശ്നങ്ങളിലൂടെയും ജീവിക്കുന്നവരാണ്. സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ, ദാരിദ്ര്യം, മനുഷ്യരെല്ലാം ഒരേ സ്വഭാവത്തിൽ ജീവിക്കുന്നുണ്ട്. ഈ ത്യാഗങ്ങൾക്കിടയിൽ നമ്മൾ പലപ്പോഴും പറയാം, ചില മനുഷ്യരൊക്കെയും പരീക്ഷണങ്ങൾ അതിന്റെ തീവ്രമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സന്ദർഭത്തിലൊക്കെ മനുഷ്യര് ജീവിതത്തെ കുറിച്ച് തന്നെ വളരെ നിരാശരായിപ്പോകും. എന്തൊരു ജീവിതമാണ്, എന്നും ഇങ്ങനെ പ്രയാസമാണ്, പരീക്ഷണമാണ്. പക്ഷേ ഇതിനപ്പുറം ഒരു പുതിയ ലോകം എനിക്ക് വരാനുണ്ട്. ആ പുതുലോകം എന്ന് പറയുന്നത് ഹയാത്തുൽ ആഖിറയാണ്, അവിടെ സ്വർഗമാണ്. അള്ളാന്റെ രീതിയാണ് സ്വർഗമാണ്. അവിടെ ഈ പരീക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, അവിടെ ഈ പ്രയാസമൊന്നും ഉണ്ടാവില്ലല്ലോ. അവിടെ നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങളില്ല, ദാരിദ്ര്യമില്ല, രോഗങ്ങളില്ല, മനസ്സിന് അസ്വസ്ഥതകളില്ല, ത്യാഗങ്ങളില്ല. മുഴുവൻ സമയം മനുഷ്യരിങ്ങനെ സന്തോഷത്തോടു കൂടി, ഹാപ്പിനെസ്സിന് എത്രത്തോളം വാല്യൂ ഉണ്ട് നമുക്കറിയാം. പുതിയ കാലത്ത് ഡിപ്രഷന്റെയും മറ്റു പ്രയാസങ്ങൾക്കിടയിലൊക്കെ ജീവിക്കുന്ന പുതിയ തലമുറ, പുതിയ മനുഷ്യർ, പുതിയ കുടുംബങ്ങൾ, അവർക്കറിയാം ഹാപ്പിനെസ്സിന്റെ വില. മനുഷ്യന്റെ മനസ്സിനെ സുഖപ്പെടുത്തുന്ന ധാരാളം സംവിധാനങ്ങൾക്ക് കുറച്ചും കൂടി സാധ്യതയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? മനുഷ്യർ അസ്വസ്ഥരാണ്. അസ്വസ്ഥതയില്ലാത്ത ഒരിടത്തേക്കുള്ള നമ്മുടെ സഞ്ചാരം കൂടിയാണ് പാരത്രിക ജീവിതത്തിലേക്കുള്ള ഒരു സഞ്ചാരം എന്ന് മനുഷ്യര് തിരിച്ചറിയുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ. അത് അള്ളാന്റെ റിളയിലേക്ക് ഓടി വരാനുള്ള ഒരു മൂലധനം കൂടിയാണ്. അള്ളാന്റെ റിളയിലേക്ക്, അള്ളാന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു, സംവിധാനിച്ചു. ഈ ലോകത്തിന്റെ മുഴുവൻ ചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്തു. ഈ പ്രപഞ്ചത്തെ അല്ലാഹ് സംവിധാനിച്ചതിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്നു, നമ്മുടെ വീട്ടിന്റെ പറമ്പിൽ മുറ്റത്ത് ഉണങ്ങി നിൽക്കുന്ന ഒരു മരം ഉണ്ടാവും. ആ ഉണങ്ങി നിൽക്കുന്ന മരത്തിൽ ഉണങ്ങിപ്പോയ ഒരു ഇല ഉണ്ടാവും. ആ ഇല അതിന്റെ തണ്ടിൽ നിന്ന് പൊടിഞ്ഞ് വീഴണമെങ്കിൽ പോലും അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടാകണം എന്ന് അടിയുറച്ച് വിശ്വസിച്ച ഒരു ആദർശത്തിന്റെ പ്രബലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ കാലത്ത് പരീക്ഷണങ്ങളും എല്ലാ അർത്ഥത്തിലുമുള്ള ഭരണകൂടകെട്ടുകളും വംശഹത്യയും ഒക്കെ അതിനെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ പരീക്ഷണങ്ങളുടെ നടുമുറ്റത്ത് നമ്മൾ ജീവിക്കുമ്പോഴും ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരല്ലാണ്. ഫലസ്തീനും ഗസയൊക്കെ നമ്മുടെ മുമ്പിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഈ ലോക പോലീസും ലോകത്തെല്ലാ വംശീയ ഭരണകൂടങ്ങളും ഈ രാജ്യത്തെയും അവിടുത്തെ പിഞ്ചു കുഞ്ഞിനെയും അടക്കം തകർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴും അള്ളാഹുവിനുള്ള ഇസ്സത്തിലുള്ള വിശ്വാസവും അള്ളാഹുവിനുള്ള പ്രതീക്ഷയുമാണ് ഫലസ്തീനെയും ഗസയെയും അവിടെ പിടിച്ചു നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അള്ളാന്റെ ലോകത്തേക്ക് നമുക്ക് സഞ്ചരിക്കാം. പരീക്ഷണങ്ങളില്ലാത്തൊരു ലോകത്തേക്കുള്ള നമ്മുടെ യാത്രയിൽ വളരെ ചുരുങ്ങിയ ഘട്ടം മാത്രമാണ് പ്രിയമുള്ളവരെ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയും. വളരെ ചുരുങ്ങിയ ഘട്ടം, വളരെ ചുരുങ്ങിയ ഘട്ടമാണ്. ഇവിടെ നമ്മുടെ ആയുസ് 60 നമ്മൾ ആവറേജ് ഒരു ഉമ്മത്തിലും വ്യക്തിയുടെ ആയുസ്സായിട്ട് നമ്മൾ കാണുന്നെങ്കിലും എത്ര മനുഷ്യർ, യുവാക്കൾ മരിച്ചു പോകുന്നു, ചെറുപ്പക്കാർ മരിച്ചു, മക്കള് മരിച്ചു പോകുന്നു, ചില മനുഷ്യർ വൃദ്ധരായി ധാരാളം കാലം ജീവിക്കുന്നു. അള്ളാന്റെ അടുത്തുള്ളതാണ്. അല്ല നമ്മുടെ ആയുസ് നിർണയിച്ചിരിക്കുന്നു, പക്ഷെ നമുക്കത് വെളിവാക്കി തന്നിട്ടില്ല. ഇത് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധി കൂടിയാണ്. ഏതായാലും നമ്മുടെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്നതോടു കൂടി അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ മാത്രമുള്ള ഒരു സ്വർഗം അത് മനസ്സിൽ കിനാവ് കാണുന്നിടത്ത്
അള്ളാഹുവിന്റെ ഇഷ്ടദാസരായി ജീവിക്കാൻ നമുക്ക് കഴിയുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ഊൻ. മനുഷ്യരുടെ മനസ്സ് മോഹിക്കുന്നത് എന്തും അല്ലാഹു തരും. മനുഷ്യരുടെ മനസ്സ്, ദുനിയാവിലെ ഒരുപാട് ബൗണ്ടറികളും പരിമിതികളും ഉണ്ട്. അള്ള വരച്ചൊരു ബൗണ്ടറിക്കകത്ത് പുറത്ത് കടക്കാൻ നമുക്ക് അർഹതയില്ല. കാരണം അത് നമ്മുടെ പാരത്രിക ജീവിതത്തിലേക്ക് മുന്നൊരുങ്ങുന്ന ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയില്ലാത്തൊരു ലോകത്ത് അള്ളാന്റെ ബൗണ്ടറിയില്ല. അതുകൊണ്ട് സ്വർഗത്തെ കുറിച്ച് വിവരിക്കുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ സ്വർഗത്തിലെ വീടുകളെ കുറിച്ച്, അന്തരീക്ഷങ്ങളെ കുറിച്ച്, ആറുകളെ കുറിച്ച്, അരുവികളെ കുറിച്ച്, മദ്യത്തെക്കുറിച്ച്, ഊർലീകളെ കുറിച്ച്, ഇങ്ങനെ തുടങ്ങി മനുഷ്യ മനസ്സ് ആഗ്രഹിക്കുന്ന, മനുഷ്യൻ ആനന്ദമുണ്ടാക്കുന്ന മുഴുവൻ സംവിധാനങ്ങളും ധാരാളമായി പകർന്നു നൽകപ്പെടുന്ന ഒരിടമായി സ്വർഗത്തെ അവതരിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ കോൺഫിഡൻസ് നമുക്ക് വളരെ പ്രധാനമാണ്. ദുനിയാവിലെ ജീവിതം അവസാനിക്കുന്നതോടുകൂടി അള്ളാഹുവിന്റെ നിലയിലേക്ക് ഞാൻ പ്രവേശിക്കണമെന്നൊരു ബോധ്യം തീർച്ചയായും അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ പറയുന്നില്ല സ്വർഗക്കാരും നരകക്കാരും ഒരിക്കലും സമന്മാരല്ല, തീർച്ചയായും സ്വർഗം നേടി ഒരു വിജയിക്കും. ദുനിയാവിൽ കൂടി ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കോഴിക്കോട് അങ്ങാടിയിലൂടെ ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അയാളായിട്ട് ബന്ധപ്പെടുന്ന അയാളുടെ വീട്ടുകാര്, അയൽവാസികൾ, സഹപ്രവർത്തകര്, സഹപാഠികൾ, സഹജോലിക്കാർ, കച്ചവടക്കാർ, എല്ലാവർക്കും പറയാൻ കഴിയണം ഈ മനുഷ്യൻ സ്വർഗത്തിന് അവകാശിയായി ജീവിച്ച മനുഷ്യനാണ്. ഇതാണ് അസ്ഹാബുൽ ജന്ന എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിൽ ദുനിയാവിലെ ജീവിതത്തെ പ്രൗഢമായി അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടത്. അള്ളാന്റെ റസൂല് ഓരോ സഹാബിമാരെ കുറിച്ച് അവര് സ്വർഗത്തിലാണ്, ഇവർ സ്വർഗത്തിലാണ് എന്ന് പറയുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. സഹാബിമാർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നു, റസൂല് പറഞ്ഞു അയാൾ സ്വർഗത്തിലാണ്. ഒരിക്കൽ റസൂല് പറഞ്ഞു ഒതുകൊടുത്ത് ചെരുപ്പ് കയ്യിൽ പിടിച്ച് താടിരോമങ്ങളിലൂടെ വെള്ളമെറ്റി നടന്നു പോയ ഒരു മനുഷ്യൻ, ഞങ്ങൾക്ക് ആ മനുഷ്യനെ അറിയൂല, അപരിചിതത്തുണ്ട്. റസൂല് പറഞ്ഞ അയാൾ സ്വർഗത്തിൽ. ഒരിക്കൽ പറഞ്ഞു വേറെ സുഹാബിയെ കണ്ടപ്പോൾ അയാൾ സ്വർഗത്തിൽ. ഓരോ കാര്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് റസൂല് പറയും അവരുടെ ജീവിതം ദുനിയാവിൽ സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ ജീവിതമാണ്. അങ്ങനെ ഒരു ജീവിതത്തെ അടയാളപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി പ്രചോദിപ്പിക്കപ്പെടുന്ന ഒരു ജീവിതമാകണം നമ്മുടെ ജീവിതം. ഞാൻ ചോദിക്കട്ടെ, ദുനിയാവിൽ നമ്മുടെ പരിമിതമായ ഒരു സമയം, ഇതിന് ധാരാളം പ്ലാനിങ്ങൾ ഉള്ളവരല്ല മനുഷ്യൻ. നിങ്ങളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം പ്ലാനിങ്ങൾ നിങ്ങൾ പറഞ്ഞു, എന്ത് പഠിക്കണം, എവിടെ എത്തണം, ഏത് ജോലി വേണം, എൻ്റെ കരിയർ എവിടെ ഞാൻ സെറ്റ് ചെയ്യണം, ഞാൻ എന്ത് പ്രൊഫഷൻ ആവണം, എൻ്റെ വിവാഹത്തെക്കുറിച്ച്, എൻ്റെ വീടിനെ കുറിച്ച്, എൻ്റെ വാഹനത്തെക്കുറിച്ച്, എൻ്റെ ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച്, എൻ്റെ എസ്റ്റാബ്ലിഷ്മെന്റുകളെ കുറിച്ച് വലിയ സ്വപ്നങ്ങൾ നമ്മൾ ഇപ്പോഴേ നെയ്തെടുത്തിട്ടുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ സ്വർഗത്തെ കുറിച്ചും അവിടെയുള്ള നിങ്ങളുടെ കരിയറിനെ കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നം ഒരിക്കലെങ്കിലും ഒരു കിനാവായി മനസ്സിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു? പുസ്തകത്തിൽ പുതിയ കാല പേഴ്സണൽ കോച്ചുകളൊക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. ബുക്ക് എടുത്തിട്ട് നമ്മൾ നമ്മുടെ അംബീഷനും നമ്മുടെ ലക്ഷ്യങ്ങളും ഒക്കെ അങ്ങനെ എഴുതി വെക്കണം. വിഷനൊക്കെ എഴുതി വെക്കണം. എല്ലാ ദിവസവും എടുത്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ ആ വഴിയിൽ വിജയിക്കും എന്ന് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തു എന്ന് അവകാശപ്പെടുന്ന ഒരു തിയറി നമ്മളൊക്കെ ഏതൊക്കെ അർത്ഥത്തിൽ നടപ്പിലാക്കപ്പെടുന്നു. ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ? നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാന്റെ ഹിസാബ് കഴിഞ്ഞ് സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ. ഒരുപാട് കവാടങ്ങളുള്ള ഒരു ലോകമാണ് സ്വർഗം. അള്ളാന്റെ റസൂല കവാടങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ വിശദീകരിച്ചു. ബാബു സ്വലാത്തുണ്ട്, ബാബു സിയാമുണ്ട്, ബാബു സ്വതക്കുണ്ട്, അങ്ങനെ ഓരോന്നും ഇങ്ങനെ വിശദീകരിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് സദസ്സിൽ ചോദിച്ചത്, അള്ളാന്റെ റസൂലെ, ഇതിന് എല്ലാ വാതിലുകൾ കൂടി കടക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടാവും? എല്ലാ വാതിലിലൂടെയും സ്വർഗത്തിലേക്ക് കടക്കാൻ ഭാഗ്യം ലഭിച്ച ആരെങ്കിലും ഉണ്ടാവും റസൂലെ? അള്ളാന്റെ റസൂല് പറഞ്ഞ അബൂബക്കർ, താങ്കൾക്ക് അതിന് കഴിയും. റസൂല് കൊടുക്കുന്നൊരു വാഗ്ദാനമാണ്. സമഗ്രമായ മൂല്യമുള്ള നന്മയുള്ള ഒരു ജീവിതത്തിനുടമയായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അത്തരം ഒരു ജീവിതത്തിലൂടെ അദ്ദേഹം നേടിയെടുത്തു. ഞാൻ സൂചിപ്പിച്ചു,
ഇങ്ങനെ സ്വർഗത്തിൽ നമ്മുടെ ഒരു സ്പേസ് നിർണ്ണയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ പ്രധാനമാണ്. സ്വപ്നവും ലക്ഷ്യവും ഉണ്ടെങ്കിൽ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു തിയറിയാണ്, നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. സ്വപ്നം വേണം, അതിലേക്കുള്ള കഠിനാധ്വാനം വേണം, സ്മാർട്ട് വർക്കുകൾ സംഭവിക്കണം. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെത്തിയില്ലാന്നുണ്ടെങ്കിൽ ജീവിതം മൊത്തം പരാജയപ്പെട്ടു എന്ന് നമുക്കൊക്കെ ബോധ്യമുണ്ട്. ഇത് അംഗീകരിക്കുന്നവരാ നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ പള്ളിയിൽ വരുന്നു, നമസ്കരിക്കുന്നു. ഈ ഒരു ദീനി വിജ്ഞാന സംവിധാനത്തിൽ നിങ്ങൾ കണ്ണി ചേർന്നത് പോലും ആ ഒരു ഭയം കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ആ സ്വർഗത്തെ കുറിച്ചുള്ള നമ്മുടെ ഭാവനയും, അവിടുത്തെ നമ്മുടെ വീടിനെ കുറിച്ച്, അവിടുത്തെ നമ്മുടെ വാഹനത്തെ കുറിച്ച്, അവിടുത്തെ നമ്മുടെ സഹപ്രവർത്തകരെയും കൂട്ടുകാരെയും സംബന്ധിച്ച് ഒക്കെ നമ്മുടെ മനസ്സിൽ നിർണയിച്ച ഒരു പ്രചോദനം എന്താണ് എന്നത് വളരെ പ്രധാനമാണ്. അള്ളാഹിനോട് ധാരാളം നമ്മൾ സ്വർഗത്തെ കുറിച്ച് ചോദിക്കണം. സ്വർഗത്തിലൂടെ അള്ളാഹുവിന്റെ ഹൃദയത്തിലെത്താനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ മനസ്സിൽ എല്ലാ അർത്ഥത്തിലും ഉണ്ടാകേണ്ടത്. സ്വാമിമാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഓരോ അവസരത്തിലും അതൊരു വൈകാരിക അപരിവേശമായി ഏറ്റെടുത്തവരായി അള്ളാഹു റസൂൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മത്സരിച്ചു കൊണ്ടവർ മുന്നേറി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് രണ്ട് വിഭാഗം ആളുകളാണ്. അസ്ഹാബുൽ മൈമന, അസ്ഹാബുൽ മഷ്അമ, രണ്ട് വിഭാഗത്തെ ഖുർആൻ പരിചയപ്പെടുത്തി. ഒന്ന് നരകത്തിന്റെ ആളുകളാണ് ഇടതുപക്ഷക്കാർ, ഒന്ന് വലതുപക്ഷക്കാർ സ്വർഗത്തിന്റെ ആളുകൾ. അതോടൊപ്പം തന്നെ മുന്നേറിയ ഒരു മനുഷ്യരെ കുറിച്ച് കൊണ്ടും അള്ളാഹിന്റെ ഖുർആൻ പറയുന്നു, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് വഇദ്ദത്തുൽ മുത്തഖീൻ. അങ്ങനെ മത്സരിച്ചുകൊണ്ട് മുന്നേറിയ മനുഷ്യർ. അള്ളാഹിന്റെ റസൂല് സ്വതക്ക ചെയ്യാൻ പറയുമ്പോൾ അവതരിച്ചപ്പോ വൈറൂഹ എന്ന് പറയുന്നതിന്റെ തോട്ടം അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ കൊണ്ടുവച്ചുകൊണ്ട് ഈ ആയത്തിന് ആദ്യമായി മറുപടി പറഞ്ഞവൻ ഞാനാ എന്ന് അബൂദർസാരി നേരെ നടിച്ചിട്ടുണ്ട് റസൂലിന്റെ അടുത്ത്. യുദ്ധത്തിന് വേണ്ടി ഓഫർ ചെയ്യുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു ഉപ്പയും മകനും കൂടി റസൂലിന്റെ അടുത്ത് വരികയാണ്. നിനക്ക് കിട്ടിയത് മകനാണ്. ഉപ്പ പറയാണ്, മകനെ നിനക്ക് ഈ പ്രായമുണ്ട്, അള്ളാന്റെ മാർഗത്തിൽ ജിഹാദിനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടാകും. ഉപ്പക്ക് പ്രായമായില്ലേ? ഉപ്പ ഒരവസരം നേടിക്കൊണ്ട് അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഷഹാദത്ത് സ്വീകരിച്ചുകൊണ്ട് ഉപ്പ പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ മകന് പറയുന്ന മറുപടി ഇസ്ലാമിക ലോകത്ത് ഓരോ യുവാവിനെയും പ്രചോദിപ്പിക്കേണ്ട മറുപടിയാണ്. അല്ല ഉപ്പ, അള്ളാഹു എനിക്ക് നൽകിയ അവസരം, സ്വർഗത്തിന് വേണ്ടി നൽകിയ അവസരം, അതിനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആരും സഹായിക്കാനില്ലാത്തൊരു ഭയാനകതയുടെ, അപരിചിതത്വങ്ങളുടെ, അനിശ്ചിതത്വങ്ങളുടെ ലോകക്രമത്തിൽ വിജയിക്കാനുള്ള സമ്പാദ്യം ഒരു കൂട്ടിക്കൊണ്ട് മുന്നേ നടന്ന മനുഷ്യര് ജീവിച്ചൊരു ലോകത്ത് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിന് വേണ്ടി ഓടാനും മത്സരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ റസൂല് പറയുന്നുണ്ടല്ലോ, റസൂലരിക്ക് ഇങ്ങനെ ദീന് പറഞ്ഞു കൊടുക്കുമ്പോ തലങ്ങനെ ഞെട്ടിച്ചു പോയി. എന്താ സംഭവം എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ, സ്വർഗത്തിലൊരു പഴത്തിന്റെ കുല അള്ളാഹു എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അത് കിട്ടിയിരുന്നെങ്കിൽ ഈ ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യർക്കും അവരുടെ മരണം വരെ ഭക്ഷിക്കാൻ ഇത് തന്നെ മതിയായിരുന്നു എന്ന് റസൂല് പറയുന്നു. ആ മനോഹരമായ ജീവിതം അവസ്ഥയിലേക്ക് എത്തിപ്പെടാനുള്ള മത്സരമാകണം നമ്മുടെ ജീവിതം. അതിന് അള്ളാഹി റസൂലിനും പരിഗണിക്കുന്ന ഒരു ജീവിതമാകണം. അള്ളാഹു റസൂലിനും പ്രയോറിറ്റി ഉള്ള ഒരു ജീവിതം, അള്ളാഹു റസൂലും മുൻഗണന കൊടുക്കുന്ന ഒരു ജീവിതത്തിലേക്ക് വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് തിരിച്ചു പോവാൻ, ഒന്ന് സ്വർഗത്തെയും നരകത്തെയും കുറിച്ചുള്ള കൃത്യമായ ഭാവന നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. രണ്ടാമത് ഇഹലോകത്തെയും പരലോകത്തെയും കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിൽ ദുനിയാവിൽ ക്ലാരിറ്റി ഉള്ള ഒരു ഡെഫിനിഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക. നമ്മളിങ്ങനെ പളപളപ്പുള്ളൊരു ജീവിതമാണ്. ഖുർആൻ അതുകൊണ്ടാണ് ഇതിനെ സീനത്താണ്, ലൈവാണെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമ്മൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു ശൈത്താനീയത്തിന്റെ ഡോക്ടർ നടത്തുമ്പോൾ റസൂല് പോലെ വിശദീകരിച്ചിട്ടുണ്ട്, ഒരു തീയിന്റെ കട്ട ഉള്ളം കയ്യിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ത്യാഗം അനുഭവിക്കുന്നുണ്ടോ അത്രത്തോളം പ്രയാസമുണ്ട്. പിശാചിന് ആധിപത്യമുള്ള ഈ ലോകത്തിന്റെ അവസാന സന്ദർഭങ്ങളിൽ ഒരു മുഅ്മിനിന്റെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ
റസൂല് പറഞ്ഞു. അങ്ങനെ പൈശാചിക പളപളപ്പുള്ള ഒരു ലോകത്ത് ദുനിയാവിനെ കുറിച്ച് തിരിച്ചറിയുകയും പരലോകത്തിന്റെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുക, ഇത് രണ്ടാമത് നമ്മൾ സംഭവിക്കേണ്ടതാണ്. മൂന്നാമത്, സ്വർഗത്തിന് വേണ്ടി പ്രചോദിപ്പിക്കപ്പെടുന്ന ഒരു ജീവിതം നമുക്കൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ സ്വർഗത്തിന് പകരം വെക്കാൻ ലോകത്തൊന്നുമില്ല എന്നൊരു തിരിച്ചറിവ്. അതുകൊണ്ടാണ് യാസിർ കുടുംബം ഇസ്ലാമിന്റെ പ്രാരംഭഘട്ടത്തിൽ, റസൂലുള്ളാഹിന്റെ പ്രബോധനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ എല്ലാ നിലയിലും ഭൗതികമായി പരാജയപ്പെട്ടു നമ്മൾ മനസ്സിലാക്കുന്ന യാസിർ കുടുംബം, സുമയ്യ ബീവിയും യാസിർ റളിയല്ലാഹുവിനും വലിയ പീഡനങ്ങൾക്കിരയായിക്കൊണ്ട് അവർ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുമാറുള്ള പീഡനങ്ങൾ അവരിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ റസൂലിന് ശക്തിയൊന്നുമില്ലല്ലോ, സൈനിക സായുധ സാമ്പത്തിക സന്നാഹങ്ങൾ ഇല്ല ഇസ്ലാമിൽ. റസൂൽ അവരെ നോക്കിക്കൊണ്ട് റസൂലിന് ഇടപെടാൻ കഴിയുന്നില്ല. നേരിട്ട് ഇടപെട്ടുകൊണ്ട് അവിടെ ഒരു യുദ്ധം നടത്താനോ സാമ്പത്തിക ശാരീരിക അവസ്ഥകളെ കൊണ്ട് അതിനെ മറികടക്കാനോ കഴിയാത്തൊരു കാലത്ത് റസൂൽ അതിനൊക്കെ കൊടുത്ത മറുപടി, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നതാണ്. ആ സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടെ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടാകും, ആദം നബി മുതൽ ഇങ്ങോട്ടുള്ള പ്രവാചകന്മാരുണ്ടാകും, ലോകത്ത് ത്യാഗവല്ലികളായ സ്വഹാബിമാരും പുണ്യപുരുഷന്മാരും ഉണ്ടാകും. നമ്മുടെ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ത്യാഗികളും ഫലസ്തീനിലെ കുട്ടികളവിടെ, ഇന്ത്യയുടെ ജയിലറകളിൽ ജീവിതം ഹോമിക്കപ്പെടുന്ന നിരപരാധികളായ ചെറുപ്പക്കാരുണ്ടാകും. അവരൊക്കെ ഉള്ള ഒരിടത്തിലേക്ക് പോകാൻ ഹംസാറിനെ പോലെയുള്ള ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും സ്വർഗത്തിലേക്കുള്ള വഴിയിൽ ഇൻവെസ്റ്റ് ചെയ്ത മഹാമനീഷികളുള്ള ഒരു ലോകത്ത് എത്തിപ്പെടാനാണ് ഞാൻ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു ബോധ്യമാണ് മൂന്നാമത് നമ്മളെ നയിക്കേണ്ടത്. അർത്ഥത്തിൽ മുന്നോട്ട് പോകാനും ജീവിത വ്യവഹാരങ്ങളെ അള്ളാന്റെ വിധിവിലക്കുകൾക്ക് അനുസൃതമായി ക്രമീകരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങൾക്കും അപ്പുറം സന്തോഷവും സമാധാനവും ക്ഷേമവും ഒക്കെയുള്ള നല്ല ഇഹപര ജീവിതം നൽകി അള്ളാഹു നമ്മെ നയിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ കൊണ്ട് അവരുടെ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളിൽ അവർക്ക് അള്ളാഹു കൂടുതൽ കാരുണ്യവും ദയയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലസ്വാലിഹാത്തുകളും അതിന്റെ പരിപൂർണതയിൽ അതിന്റെ ന്യൂനതകളെ മറച്ചു വെച്ചുകൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാഹ്. ജീവിതത്തിന്റെ ദുർബലമായ സന്ദർഭങ്ങളിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ, പോരായ്മകൾ, വീഴ്ചകളൊക്കെ അതിന്റെ മഹത്തായ ഫളിൽ കൊണ്ട് പുറത്ത് മാപ്പാക്കി ഞങ്ങളുടെ കർമ്മ പുസ്തകത്തിൽ നീക്കം ചെയ്ത് അനുഗ്രഹിക്കണേ നാഥാ. അല്ലാഹുവേ, ഞങ്ങളുടെ സാമൂഹിക അവസ്ഥകൾ കൂടുതൽ ശുദ്ധീകരിച്ചിരിക്കണേ നാഥാ. തിന്മയുടെ അതിപ്രസരമുള്ളൊരു ലോകത്ത് ഈമാനോടുകൂടി ജീവിക്കാൻ, ഈമാൻ ഉറച്ചു ജീവിക്കാൻ, യഖീനുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ നാഥാ. സ്വർഗം കൊതിക്കുകയും സ്വർഗം ആഗ്രഹിക്കുകയും സ്വർഗത്തിന് വേണ്ടി ത്യാഗം സഹിക്കുകയും ചെയ്യുന്ന മഹാസൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ നാഥാ. അല്ലാഹു ഞങ്ങളെല്ലാവരെയും നാളെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ആദരിക്കണേ നാഥാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله على محمد صلى الله عليه وسلم.